ആറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. എനിക്ക് പാടാൻ അറിയാവുന്നത് കൊണ്ടോ ഞാൻ പാടിയത് നന്നായതുകൊണ്ടോ ഒന്നും പാടിയതല്ല. ഇനി 3.5 കോടി മലയാളികളിൽ ഞാൻ കൂടെ പാടാൻ ഈ പാട്ട് ബാക്കിയുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം പാടിയതാണ്. ഒരു പാട്ട് ഒരു സർക്കാരിനെ ഇത്രമാത്രം അസ്വസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാട്ട് പാടുക തന്നെയാണല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റി പറയുന്നത് ശബരിമലയിൽ ഇവർ സ്വർണ്ണക്കൊള്ള നടത്തിയെന്നാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശബരിമലയിൽ വരെ ഇവർ കൊള്ള നടത്തി എന്നാണ്. കാരണം എല്ലാ സാധാരണ മനുഷ്യന്മാർക്കും വലിയ ഭയവും ഭക്തിയും ബഹുമാനവും ഒക്കെ ഉള്ളതാണ് ഈശ്വര സങ്കല്പങ്ങൾ. അത് ഏത് മതത്തിന്റെ തന്നെ ആയിക്കോട്ടെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ ഈശ്വര സങ്കല്പത്തെ കൊള്ളയടിച്ച സർക്കാർ, ആ സർക്കാരിന് വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊള്ളയടിക്കുവാനോ, കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും ശ്വാസം കിട്ടുവാൻ വേണ്ടി ശ്വാസം മുട്ടി നടന്ന കാലത്ത് കോവിഡ് മറയാക്കി കൊള്ളയടിക്കുവാനോ ഒക്കെ മനസ്സ് കാണിച്ചതിനകത്ത് എനിക്ക് യാതൊരു വിധമായ അത്ഭുതവുമില്ല. കേരളത്തിന്റെയോ ഇന്ത്യയുടേതോ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് നമ്മുടെ ശബരിമല. ഒരു അയ്യപ്പ വിശ്വാസി 41 ദിവസത്തെ അതികഠിനമായ വ്രതം നോറ്റ് കാനനപാതയിലൂടെ കല്ലും മുള്ളും താണ്ടി കരിമലയും നീലിമലയും അടക്കമുള്ള 18 മലകൾ താണ്ടി 18 മലകളുടെ അധിപനായ അയ്യപ്പനെ തൊഴുതു വണങ്ങുവാൻ 18 പടികൾ കടന്ന് ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കാണുന്നത് അയ്യപ്പനെയാണ് എങ്കിൽ, ആ പടി കടന്നെത്തുന്ന ഒരു CPM-ന്റെ നേതാവ് കാണുന്നത് ആ അയ്യപ്പനിൽ പൊതിഞ്ഞിരിക്കുന്ന തങ്കത്തിന്റെ തൂക്കമാണ് എന്ന് ഈ ദിവസങ്ങൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ശ്രീകോവിലിന് പുറത്ത് ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അകത്തിരിക്കുന്ന മൂർത്തിക്ക് കാവൽ നിൽക്കുന്നു എന്നതാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സങ്കല്പം. അതായത് കാവൽക്കാരാണ്. കാവൽക്കാരെ കൊള്ളയടിക്കുക എന്ന് നമ്മൾ അധികം കേട്ടിട്ടില്ല. അങ്ങനെ കൊള്ള നടത്തിയ, ഭഗവാന്റെ കട്ടിളപ്പാളിയിലെ സ്വർണം അടിച്ചു മാറ്റിയ അമ്പലം വിഴുങ്ങികളായ സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ ചെറുതും വലുതുമായ ഒരു വസ്തു പോലും ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന മുൻ ഉത്തരവുണ്ട്. ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തിയത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ആദ്യമായി കോടതി ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നത്. 2025 സെപ്റ്റംബർ മാസം 9-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് 4.5 കിലോ സ്വർണമാണ് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് മാത്രം ഈ അമ്പലം വിഴുങ്ങികൾ അടിച്ചുമാറ്റി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയിട്ടുള്ള വാർത്തകൾ പിന്നീട് നിറം പിടിപ്പിച്ചത് പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ കടന്നുവരവോട് കൂടിയിട്ടാണ്. പോറ്റിയാണ് സ്വർണ്ണക്കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഏതോ ഒരു പോറ്റി സ്വർണം കടത്തിയതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിട്ടിയ ഒരു സംഘം മാധ്യമങ്ങൾ സർക്കാരിനെ സഹായിക്കാനായി പിന്നീടുള്ള ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ മാത്രം സൂക്ഷ്മദർശിനികളുമായി പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, ആരോടൊപ്പം ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ആരൊക്കെ പ്രതിപക്ഷത്തുള്ള ആളുകളുണ്ട്, അതിനെപ്പറ്റിയായി അന്വേഷണം മുഴുവൻ. അപ്പോഴും ഈ മാധ്യമങ്ങൾ മറച്ചുവെച്ചൊരു കാര്യമുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ ഈ തന്ത്രപ്രധാനമായ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ആരാണ്? 2019 ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശാനായിട്ടുള്ള അനുവാദം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടുന്നത്. 2019 ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? ശ്രീ പിണറായി വിജയനാണ്. 2019 ആരാണ് കേരളത്തിന്റെ ദേവസ്വം മന്ത്രി? ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. 2019 ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? അത് CPM സർക്കാർ നിയമിച്ച വാസുവാണ്. അപ്പൊ ഇത്രയും പേർ CPM-ന്റേതായി കിടക്കുമ്പോൾ അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം മറ്റാരിലെങ്കിലും എങ്ങനെയാണ് ചാർത്തുവാൻ കഴിയുക? മാത്രവുമല്ല, 2025 ഒക്ടോബർ മാസം 6-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിനകത്ത് വളരെ സ്പഷ്ടമായി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ പങ്കിനെ പറ്റി വിവരിക്കുന്നുണ്ട്. 2019 ആണ്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പം സ്വർണം പൂശാനായി കൊടുക്കുമ്പോൾ ചെമ്പ് എന്നാണ് സ്വർണത്തിന് പകരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ആസൂത്രിതമായ കുറ്റകൃത്യത്തിന്റെ തുടക്കമാണ്. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന CPM നേതാവ് വാസുവും തമ്മിലുള്ള ഇമെയിൽ ഇടപെടലുകളെ പറ്റിയും ദേവസ്വം ബോർഡിന്റെ നേരിട്ടുള്ള പങ്കിനെ പറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട്. നിങ്ങൾ ഒരു സുഭാഷ് കപൂറിനെ പറ്റി കേട്ടിട്ടുണ്ട്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള സമാനതകളില്ലാത്തതാണ് എന്നും ഇതിന് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന സംശയവും ആ ആശങ്കകളും പങ്കുവച്ചിരിക്കുന്ന പ്രതിപക്ഷമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി CPM നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഈ സർക്കാരിന്റെ വാഴ്ത്തുപാട്ടുകാർ പറഞ്ഞ പ്രധാനപ്പെട്ട ക്യാപ്സ്യൂൾ കണ്ടില്ലേ, ഞങ്ങളുടെ പാർട്ടിക്കാരായിട്ട് കൂടി സർക്കാർ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ അറസ്റ്റ് ചെയ്തത് അത്രയും SIT ആണ്. ഈ SIT സംസ്ഥാന പോലീസാണ് എങ്കിലും അത് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ്. എന്നിട്ട് കൂടി ഈ സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് SIT മെല്ലപ്പോക്ക് തുടരുന്നു. കുറ്റപത്രം കൃത്യമായി സമർപ്പിക്കുന്നില്ല. സ്വാഭാവികമായ ജാമ്യം പ്രതികൾക്ക് കിട്ടുന്നതിന് വേണ്ടി 90 ദിവസമായും കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനം മുന്നോട്ട് വെച്ചതും ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ്. ഇതിനകത്ത്
പ്രതിപക്ഷത്തെ ചില സമയത്തൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിമർശിക്കാറുണ്ട്. സ്വർണം കട്ടതാരപ്പ എന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോ ശ്രീമതി സോണിയാഗാന്ധിയോടൊപ്പം പോറ്റി എടുത്ത ചിത്രത്തെ പറ്റിയിട്ടാണ് പിണറായി വിജയൻ പറയുന്നത്. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശ്രീമതി സോണിയാഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണം നടത്താൻ നിങ്ങളെ വെല്ലുവിളിക്കുക. പിന്നെ പറയുന്നത് ബഹുമാനപ്പെട്ട അടൂർ പ്രകാശിനോടൊപ്പം ഈ പോറ്റി, സ്വർണം കടത്തിയ പോറ്റി ചിത്രമെടുത്തു എന്നുള്ളതാണ്. ഇവിടെ ചോദ്യം, പോറ്റിക്കൊപ്പം ആരൊക്കെ ചിത്രമെടുത്തു എന്നുള്ളതാണോ ഒഫൻസ്? പോറ്റി ആരുടെ സഹായത്താൽ സ്വർണം കടത്തി എന്നുള്ളതാണോ? ഒപ്പമുള്ള ചിത്രത്തെ പറ്റി ഞാനൊരു വാചകം പറയാം. ഒരാളോടൊപ്പം ചിത്രമെടുത്താൽ ആ ചിത്രം എടുത്തയാൾ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും നമ്മുടെ പേരിലാകുന്നത് എങ്ങനെ? ഇതെന്റെ ചോദ്യമല്ല. സ്വപ്ന സുരേഷുമൊത്തുള്ള വളരെ അടുത്തിടപഴകിയുള്ള ചിത്രം പുറത്തു വന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി പറഞ്ഞ വാചകമാണ്. ഇതെന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ബാധകമാകാത്തത്? മാത്രമല്ല, 2019 മുതൽ നടന്ന സ്വർണ്ണക്കൊള്ള, 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് സർക്കാരിന്റെ സഹായത്തോടു കൂടി നടത്തിയ സ്വർണ്ണക്കൊള്ളയിൽ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ ഒരു MP മാത്രമായിരുന്ന ശ്രീ അടൂർ പ്രകാശിന് പങ്കുണ്ടായിരിക്കുക? മാത്രമല്ല, SIT ഒരു സംശയം ചോദിച്ചപ്പോൾ ചോദ്യം ചെയ്യലിന്റെ നോട്ടീസ് പോലും കൊടുക്കാതെ SITക്ക് മുന്നിൽ പോയി ധൈര്യത്തോടു കൂടി മറുപടി പറഞ്ഞ വ്യക്തിയാണ് ശ്രീ അടൂർ പ്രകാശ്. അത് കഴിഞ്ഞ് മാസം കുറയായല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോലീസിന് അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ സ്വർണം കടത്തിയതിന്റെ ചെളി പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നിശ്ചയമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് CPMന് മാറുവാൻ കഴിയുക? അതിന് ഒരുപാട് രേഖകൾ വന്നിട്ടുണ്ട്. 2016 ശേഷം 25 വരെ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവിൽ 4 പേരെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിട്ട് പിണറായി വിജയൻ നിയമിച്ചത്. ആ 4 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ 2 പേർ ജയിലിൽ കിടന്നു. ഒരാൾ സംശയത്തിന്റെ മുൾമുനയിലാണ്. ജയിലിൽ കിടന്ന 2 പേർ നിസ്സാരക്കാരല്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും CPMന്റെ നേതാവുമായിരുന്ന വാസു, CPMന്റെ കോന്നി MLAയും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പത്മകുമാർ, ഇവരൊക്കെ ജയിലിൽ കിടന്നിട്ടും ചില്ലറ ഉളുപ്പൊന്നും പോരാ. ഏതോ ഒരു ചിത്രം കാണിച്ചിട്ട് പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഇങ്ങനെ സമാന്തര രേഖകൾ വരച്ച് നിങ്ങൾക്ക് ഒരു സഖ്യം രൂപീകരിക്കാൻ. കടകംപള്ളി സുരേന്ദ്രനെ നിരവധി തവണ SITക്ക് ചോദ്യം ചെയ്യുവാൻ നിർബന്ധിതമായ സാഹചര്യമുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ തന്ത്രപ്രധാനമായ പദവികളിലേക്ക് എത്തിച്ചതും ഈ സ്വർണ്ണക്കൊള്ളയിലുമൊക്കെ പങ്കുണ്ടായിട്ടും അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യുവാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. അന്വേഷണം മന്ത്രിയിലേക്ക് നീളുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് തന്ത്രിയെ ഈ സർക്കാർ അറസ്റ്റ് ചെയ്ത് വാർത്തയുടെ റൂട്ട് മാറ്റുവാൻ ശ്രമിച്ചത്. തന്ത്രി ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് ശേഷം കോടിക്കണക്കിനായ അയ്യപ്പ വിശ്വാസികളുടെ സങ്കല്പത്തിന്റെ ഭാഗമായ തന്ത്രിക്കെതിരായിട്ട് എന്ത് തെളിവാണ് നിങ്ങൾക്ക് കോടതിയിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞത്? നിങ്ങൾ കൊടുത്ത എല്ലാ ഫോൾസ് അലിഗേഷൻസിനെയും റദ്ദ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി തന്ത്രിക്ക് ജാമ്യം കൊടുക്കുമ്പോൾ 2 വട്ടമാണ് തന്ത്രിക്ക് അനുകൂലമായി പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് there is not even an iota of evidence against തന്ത്രി എന്നാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് there is nothing on record against തന്ത്രി എന്നാണ്. എന്നിട്ടും നിങ്ങൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് കൃത്യമായി 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പത്മകുമാർ പറഞ്ഞൊരു വാചകമാണ്. പത്മകുമാർ പറഞ്ഞു, ദൈവതുല്യനായ ആള് പറഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക എന്ന്. ഒരു കാര്യം എല്ലാ മനുഷ്യന്മാർക്കും അറിയാം, പത്മകുമാറിന്റെ ദൈവവും ദൈവതുല്യനും അത് അയ്യപ്പനുമല്ല തന്ത്രിയുമല്ല, അത് പിണറായി വിജയനാണ്. 2, മന്ത്രിയിലേക്ക് നീളേണ്ടുന്ന അറസ്റ്റിനെ വഴിതെറ്റിക്കുവാൻ, വാർത്ത മാറ്റുവാൻ വേണ്ടിയിട്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. അതിനും വിശ്വാസികൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. വിശ്വാസ സംബന്ധമായ ഒന്നിന്റെയും മൂല്യം നമുക്ക് വില കൊണ്ട് നിശ്ചയിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ മെക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന സംസം വെള്ളവും വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പ വാഴിച്ചു കൊണ്ടുവരുന്ന ഒന്നും നമുക്ക് വിലമതിക്കുവാൻ കഴിയാത്തതായി മാറുന്നത്. അതുപോലെ തന്നെയാണ് അയ്യപ്പന്റെ പൊന്നും. അയ്യപ്പന്റെ പൊന്നിന്റെ വില കണക്കാക്കുന്നത് ഗ്രാമിലല്ല. 1 ഗ്രാമിന് കോടിക്കണക്കിന് രൂപ കൊടുക്കുവാൻ മനുഷ്യന്മാരുള്ള ഒരു നാട്ടിൽ അയ്യപ്പന്റെ കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയ ഒരു സർക്കാരിന് എത്ര ആയിരം കോടി രൂപയായിരിക്കും അതിലൂടെ കൊള്ളമുതലായി വന്നു ചേർന്നിട്ടുണ്ടാവുക. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? അദ്വൈതം എന്ന് പറയുന്ന മലയാള സിനിമയിലെ പാട്ടിന്റെ ഈ വരികൾ എഴുതി വെച്ചിട്ടാണ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ ഭീകരത, ആ പാപത്തിന്റെ കറയെപ്പറ്റി കൃത്യമായി പരാമർശിച്ചു വെച്ചിരിക്കുന്നത്. ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ഏതൊരു അഗ്നിയിൽ നിന്ന് തപസ് ചെയ്താലും നിങ്ങൾ ചെയ്ത പാപത്തിന്റെ കറ, വിശ്വാസികളെ വഞ്ചിച്ചതിന്റെ കറ, വിശ്വാസത്തെ വഞ്ചിച്ചതിന്റെ കറ, അയ്യപ്പനെ വിറ്റതിന്റെ കറ, അവിടുത്തെ തങ്കവിഗ്രഹം പോലും അവിടെ ഉണ്ടോ എന്ന് ഓരോ വിശ്വാസികളും സംശയത്തോടെ ചിന്തിക്കുന്ന ആ ആശങ്കയുടെ വില, ഇതിനും ജനങ്ങൾ ബാലറ്റിലൂടെ തന്നെ മറുപടി പറയുക തന്നെ ചെയ്യും.